അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഫറോ ദ്വീപ്. ഓരോ വർഷവും ഈ ദ്വീപിന്റെ തീരങ്ങളിൽ അരങ്ങേറുന്നത് ഭയാനകമായ കാഴ്ചയാണ്. ഡിൻഡ്ര ഡ്രാപ്പ് എന്ന് വിളിക്കപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിമിംഗല വേട്ടയാടൽ സമ്പ്രദായമാണിത്. വൈക്കിംഗ് കാലഘട്ടം മുതൽ പിന്തുടർന്നു പോരുന്ന ഈ ആചാരത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് പൈലറ്റ് തിമിംഗലങ്ങളും ഡോൾഫിനുകളും ഓരോ വർഷവും ക്രൂരമായി കൊല്ലപ്പെടുന്നു. സമുദ്രം മുഴുവൻ തിമിംഗലങ്ങളുടെ ചോര കൊണ്ട് ചുമന്നു തുടുക്കുന്ന ഈ ഭീകര ദൃശ്യം ലോകത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഈ വേട്ടയാടൽ രീതി അതീവ ഭീതിജനകമാണ്. ബോട്ടുകൾ ഉപയോഗിച്ച് തിമിംഗലങ്ങളുടെ വലിയ കൂട്ടങ്ങളെ തീരത്തേക്ക് ഓടിച്ചു കയറ്റും. അവിടെ കാത്തു നിൽക്കുന്നവർ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അവയെ കൂട്ടക്കൊല ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സാംസ്കാരിക പൈതൃകത്തിന്റെയും ഭക്ഷണ രീതിയുടെയും ഭാഗമായാണ് ഈ ആചാരമെന്നാണ് ഫറോ ദ്വീപ് അധികൃതരുടെ വാദം. എന്നാൽ ആധുനിക ലോകത്ത് ഇത്തരമൊരു ആചാരം എത്രത്തോളം പ്രസക്തമാകുമെന്നും ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു ജീവിയെ കൊല്ലുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകുമെന്നുമാണ് ഉയരുന്ന ചോദ്യം. ശാസ്ത്രീയമായി നോക്കിയാൽ ഈ വേട്ടയാടൽ ഇപ്പോൾ അവശ്യ ഘടകമേ അല്ല. തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും മാംസത്തിൽ അമിതമായ തോതിൽ മെർക്കുറി ഉൾപ്പെടെയുള്ള വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും ഇത് മനുഷ്യരുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ലെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കൂടാതെ ഗർഭിണികളായ തിമിംഗലങ്ങളെ പോലും ഒഴിവാക്കാതെ കൊല്ലുന്നത് വംശനാശത്തിന് കാരണമാകുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. സമുദ്ര മലിനീകരണം മൂലം ഭക്ഷണയോഗ്യമല്ലാത്ത അവസ്ഥയിലുള്ള ഇത്തരം ജീവികളെ വേട്ടയാടുന്നത് പ്രകൃതിക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുന്നുണ്ട്. പാരമ്പര്യം എന്നത് ഒരിക്കലും ക്രൂരതയ്ക്കുള്ള ന്യായീകരണമാകരുത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും മൃഗക്ഷേമ നിയമങ്ങളിൽ നിന്ന് തിമിംഗല വേട്ടയെ ഒഴിവാക്കി അധികൃതർ മൗനം പാലിക്കുകയാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുണയുള്ളതായിരിക്കണം. ഒരു സംസ്കാരത്തിന്റെ പേരിൽ നിഷ്കളങ്കരായ ജീവികളെ ദ്രോഹിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഈ രക്തക്കറ പുരണ്ട ആചാരം ചരിത്ര താളുകളിൽ ഒതുങ്ങുകയും വരും തലമുറയ്ക്ക് മനുഷ്യത്വത്തിന്റെ പാഠങ്ങൾ പകരുകയും ചെയ്യട്ടെ.